നമസ്കാരം, എൻ്റെ പേര് അൻഷിഫ കോടിയിൽ. ഞാൻ HCS കളരി എടപ്പാളിലെ വിദ്യാർത്ഥിനിയാണ്. കൂടെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. 5 വയസ്സ് തൊട്ടാണ് ഞാൻ കളരി പഠിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ ഞാൻ 65 കുട്ടികൾക്ക് കളരി പരിശീലിപ്പിക്കുന്നുണ്ട്. കരിയർ വൈസ് ഞാൻ സിവിൽ എഞ്ചിനീയർ ആണ്. ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. കളരി എന്ന് പറഞ്ഞാൽ ഒരു പാഷനാണ്. ഞങ്ങള് ഫാമിലി പരമായിട്ട് പാരമ്പര്യമായിട്ട് കളരി അഭ്യസിച്ച് വരുന്ന ആൾക്കാരാണ്. വല്യപ്പ, ഉപ്പ ഹനീഫ ഗുരുക്കൾ, പിന്നെ എൻ്റെ സിബ്ലിങ്സ് ആരിഫ, ആഷിഫ്, ഞാനും കളരി അഭ്യസിക്കുന്നുണ്ട്. ആഴ്ചയിൽ 3 ക്ലാസ് ആണ് ഉള്ളത് പെൺകുട്ടികൾക്ക്. 6 മണി സ്കൂളിൽ ഇട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ കളരിയിൽ ഇറങ്ങും. 6 മണി വരെയാണ് ക്ലാസ് ഉള്ളത്. അപ്പൊ അവരെ കൂടെ ഞാനും പ്രാക്ടീസ് ചെയ്യാറുണ്ട്. തെക്കൻ വടക്കൻ അങ്ങനെ കുറച്ച് സമ്പ്രദായങ്ങളുണ്ട്. പക്ഷെ ഞങ്ങൾ തെക്കൻ സമ്പ്രദായമാണ് മത്സരങ്ങൾക്കൊക്കെ എടുക്കുന്നത്. പക്ഷെ ഞങ്ങൾ കളരിയിൽ കളഞ്ചവിട്ട് സമ്പ്രദായമാണ് ഞങ്ങൾ പരിശീലിപ്പിക്കുന്നത്. നമ്മൾ പയറ്റുന്ന സമയത്ത് എപ്പോഴും രൗദ്രഭാവത്തോട് കൂടി പയറ്റണം എന്നാണ് പറയാ. ഒരിക്കലും നമ്മൾ വാളും പരിചയൊക്കെ കൈ കത്തിയൊക്കെ പിടിച്ച് നമ്മൾ ഒരിക്കലും ഹാസ്യഭാവത്തോട് കൂടി നമ്മൾ ഒരിക്കലും പയറ്റില്ല. അപ്പൊ ഒരു ഭയങ്കര രൗദ്രഭാവത്തോട് കൂട്ടാണ് നമ്മളെ എതിരാളിയെ ശരിക്കും നേരിടുന്ന രീതിയിലാണ് നമ്മൾ പയറ്റുക. അപ്പോൾ ജില്ലാ മത്സരങ്ങൾ ഉണ്ടാവും, ചാമ്പ്യൻഷിപ്പിനൊക്കെ ഇറങ്ങാറുണ്ട്. അപ്പൊ ജില്ലാ തലത്തിലും സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഇന്റർനാഷണൽ ലെവലിൽ നമ്മളെ ഒരു ഡെമോൺസ്ട്രേഷന്റെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ഡൽഹി വെച്ചിട്ട് 2018. അപ്പൊ അന്ന് ഞങ്ങളും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കളരിയിൽ കേരളത്തിൽ തന്നെ ഞങ്ങളെ HCS കളരി തിരുനാവായയിലുണ്ട്, പടിഞ്ഞാറങ്ങാടിയിലുണ്ട്, പുറത്താണെങ്കിൽ തൃച്ചിയിലുണ്ട്, അതുപോലെ തന്നെ കുവൈത്തിലും ഞങ്ങളെ കളരി ഉണ്ട്. ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ അല്ലാണ്ട് തന്നെ നമ്മൾ സ്റ്റേജ് പെർഫോമൻസിനൊക്കെ പോകാറുണ്ട്. പലയിടങ്ങളിലും പല അവസരങ്ങളൊക്കെ തരുമ്പോൾ ഞങ്ങൾ ചെയ്യാറുണ്ട്. പണ്ട് കാലങ്ങളിലൊക്കെ അത്ര വ്യാപകമായിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ കൂടി, പക്ഷെ ഇപ്പൊ കളരി നല്ല എല്ലാ മാർഷൽ ആർട്സും ഇപ്പോൾ നന്നായിട്ട് നടക്കുന്നുണ്ട്. പാരന്റ്സ് ആയിക്കോട്ടെ അതിന് കൂടെ ചെയ്യണം എന്നുള്ളത് കുട്ടികളിൽ പറയാറുണ്ട്. ഒരു അത്യാവശ്യമായ കാര്യമാണെന്നുള്ളത്. സെൽഫ് ഡിഫൻസ് ആയിക്കോട്ടെ, അപ്പൊ അതും ഉൾപ്പെടുത്തി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പൊ നിലവിൽ കളരിയിൽ കൂടുതൽ പെൺകുട്ടികളാണ്. സത്യം പറഞ്ഞാൽ ചാമ്പ്യൻഷിപ്പിൽ മത്സരങ്ങൾക്ക് കുറച്ച് ഗേൾസ് ഉണ്ടാവാറുള്ളൂ. ബോയ്സ് ആയിരിക്കും കൂടുതൽ പാർട്ടിസിപ്പൻസ് ഉണ്ടാവാം. ഇപ്പൊ പക്ഷെ നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര കൗതുകമാണ്. കുറേ പെൺകുട്ടികൾ ഉണ്ടാവാറുണ്ട് മത്സരമൊക്കെ. നമുക്കറിയാം, നമ്മുടെ വടക്കൻപാട്ടിലെ വീരനായക ഉണ്ണിയാർച്ചയാണ്. അതൊരു സ്ത്രീയായിരുന്നു. അപ്പോ സ്ത്രീകൾ തന്നെ പണ്ട് കാലങ്ങളിൽ ഇതിലുണ്ടായിട്ട് പോലും പിൽക്കാലത്ത് ഇതിലേക്ക് പെൺകുട്ടികൾ കടന്നു വരവ് വളരെ കുറവായിരുന്നു. എന്റെ ആരിഫ എന്ന് പറയുന്ന കുട്ടി, അവള് ചെറുപ്പത്തിൽ ഉള്ള സമയത്ത് കളരി വന്നപ്പോ തന്നെ പല ആളുകളും പറഞ്ഞ് പെൺകുട്ടികളെ എന്തിനാണ് പഠിപ്പിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യങ്ങളും അതിനുള്ള പരാമർശങ്ങളും വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നായിരുന്നു. അങ്ങനെ ഞാനത് ചില കുട്ടികളെ പഠിക്കട്ടെ എന്ന് കരുതി അങ്ങനെ മക്കളെ 2 പേരും ഇപ്പൊ കളരിയിൽ ആക്റ്റീവാണ്. അത് തുടർന്നിട്ട് അന്ന് വിമർശിച്ച ആളുകൾ തന്നെ കുട്ടികളെ അഡ്മിഷൻ എടുത്തിട്ട് ചേർക്കാൻ തുടങ്ങി. എന്നാൽ ആ പറയപ്പെടുന്ന ആ കാലഘട്ടം അതിനെ മാറ്റി തിരിച്ച് ഇപ്പൊ പെൺകുട്ടികൾ ഇത് പഠിക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധിയായി എല്ലാവർക്കും.
എന്തുകൊണ്ട് പെൺകുട്ടി എന്നല്ല, എന്തുകൊണ്ട് മനുഷ്യര് ഫിസിക്കൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ മാർഷൽ ആർട്സ് പഠിച്ചിരിക്കുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലൊരു കാര്യമാണ്. ഇവിടെ ഞാൻ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ചെയ്യുന്നില്ല, ഗേൾസ് ബോയ്സിന് കാണിക്കുന്നില്ല. നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഡിസ്ക്രിമിനേറ്റ് ചെയ്യേണ്ടി വരും. കാരണം പെൺകുട്ടികൾ കൂടുതൽ അങ്ങനത്തെ അസാർട്സ് ഒക്കെ വരുന്നതുകൊണ്ടാണ് നമ്മൾ പെൺകുട്ടികൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടുപേരും പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. പെൺകുട്ടികൾ കൂടുതൽ സെൽഫ് ഡിഫെൻസ് പഠിപ്പിച്ചു കൊടുക്കുന്നത് കൂടി ബോയ്സിന് അവയർനെസ് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും രണ്ടും കൂടി മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെൺകുട്ടികൾക്ക് നന്നായിട്ട് അവർക്ക് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാർഷൽ ആർട്സ്, അത് കളരി തന്നെ ഞാൻ ഒരിക്കലും പറയില്ല, ഏത് മാർഷൽ ആർട്സ് നമ്മൾ ട്രെയിൻ ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ 5 വയസ്സ് തൊട്ടിട്ട് കുട്ടികളാണ് കൂടുതൽ പ്രിഫർ ചെയ്യുക. കാരണം അതിന്റെ താഴെയുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. 5 വയസ്സ് തൊട്ടാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടിയും കളങ്ങളും അതുപോലെ തന്നെ ചുവടുകളും ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ ആ ഒരു പ്രായം തൊട്ടിട്ട് നമുക്ക് പഠിപ്പിച്ചു തുടങ്ങണം നല്ലത്. പ്രായപരിധി പറയാൻ പറ്റില്ല, അത് നിങ്ങൾക്ക് എത്രത്തോളം. ഇപ്പൊ 50 വയസ്സുള്ള ആൾക്കാർക്കും ആരോഗ്യപരമായിട്ട് ഒരു പ്രശ്നമില്ലെങ്കിൽ അവർക്ക് കളരി ചെയ്യാവുന്നതാണ്.